ഇവിടെ വല്ല അവനെ തെളിവെടുപ്പിനെ കൊണ്ടുവരുവാണെങ്കിൽ എന്നെ സത്യം പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെ വാർത്ത വിട്ടാൽ കാര്യം ശരി എന്നെ ആരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് ഉക്കുന്ന രീതിയിൽ ഞങ്ങൾ ഈ കോളനിക്കാർ ചെയ്യും. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് ഉരൂപ്പിൻ്റെ വീട്ടിലൊക്കെ വന്ന് കുറച്ചാൾ നിന്നിട്ട് ലാഹയിൽ നിന്നിട്ടൊക്കെ പോയിട്ടുണ്ട്. അവൻ്റെ ആ കൊച്ചിനെ എടുത്ത് മൂഴിയാറ് വെയിറ്റിംഗ് സെറ്റ് വെച്ച് കൊച്ചിനെ എടുത്ത് അവൻ റോട്ടി എറിഞ്ഞ് കുഞ്ഞിൻ്റെ ചോറൊക്കെ വെളിയിൽ വന്ന് അങ്ങനെ അവൻ ജയിലിലായിരുന്നു. അവൻ്റെ 2 കുഞ്ഞുങ്ങളെ ഒന്ന് കാട്ടി കുഴിച്ചിട്ടെന്നാണ് അറിവ്. കാര്യം വെച്ചാൽ അവൻ്റെ സ്വന്തം ഭാര്യ പോലും പുറത്ത് പറയാൻ പേടിയാണ്. സുരേഷ് ക്ഷേത്രമാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് ലാഹയിലാണ്, മഞ്ഞത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ നിൽക്കുന്ന അജയൻ ചേട്ടനാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഗവിയിൽ നടന്ന ഒരു കൊലപാതകം, ഒരു അംഗനവാടി ടീച്ചറിനെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ഒന്നിനാണ്. അപ്പോൾ ഈ ചേട്ടൻ അജയകുമാറിനെ ഈ പ്രതിയെ അറിയാം. വർഷങ്ങളായിട്ട് ഈ ഗവിയിൽ മീനാറിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ വിനോദ് കുമാർ എന്ന് പറയുന്ന കൊടും ക്രിമിനലാണ് ഈ കൊലപാതകം നടത്തിയത്. ഒരു അംഗനവാടി ടീച്ചറെ പതിയിരുന്നു ആക്രമിച്ചു. ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് അംഗനവാടിയിലേക്ക് വരികയായിരുന്ന ടീച്ചറെ പതിയിരുന്ന് ബാക്കിൽ കൂടി വായുവൊക്കെ പൊത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയി അവരെ ശാരീരികമായ ഇതൊക്കെ ചെയ്തതിന് ശേഷം അവരെ കൊല്ലുകയായിരുന്നു. അങ്ങനെ പ്രതിയെ കൈയോടെ പിടികൂടി മൂഴിയാർ സ്വദേശിയായ വളരെ കേസുകൾ പ്രതിയായ ഒരു ക്രിമിനൽ ആയ വിനോദ് കുമാറാണ് പിടിയിലായത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ ഈ അജയകുമാർ ചേട്ടൻ നമ്മളോട് പറയാൻ സന്നദ്ധനായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലാഹയിലെത്തി മഞ്ഞത്തോട് അജയകുമാർ ചേട്ടൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയും ഈ പ്രതിയുടെ പശ്ചാത്തലവും എങ്ങനെയാണ് ഈ പ്രതി ഈ കൊലപാതകത്തിലേക്ക് എത്തുവാനുള്ള കാരണവും എന്നൊക്കെ. അപ്പോൾ ഈ പ്രതി വളരെ നാളുകളായി ക്രിമിനൽ കേസിൽ പ്രതിയാണ്, ജയിലിൽ കിടന്ന ആളാണ്, സ്വന്തം കുട്ടിയെ വരെ അപായപ്പെടുത്തിയ ഒരാളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവിയിലെ മീനാർ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടുകാരൊക്കെ രോഷാകുലമായിരിക്കുന്ന സമയമാണ്. പ്രതിയെ തെളിവെടുപ്പിനൊന്നും ഇവിടെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലാഹയിലും ഇദ്ദേഹത്തിന് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ കൊണ്ടുവന്നില്ല. നാട്ടുകാരൊക്കെ പ്രതിഷേധത്തിലാണ്. ആ ഒരു പ്രതിയുടെ കാര്യമാണ് ഇപ്പോൾ അജയൻ ചേട്ടൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് അജയൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ, സൈക്കിൾ രവി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഞങ്ങൾ ഗവി, കൊച്ചുകൊമ്പ, 14 മീനാറൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ അച്ഛനെ എന്നെ അറിയാം. സൈക്കിൾ രവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഈ വാർത്തയിലാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. ഇവൻ പക്ക ക്രിമിനലാണ്. ഉണ്ട്. പിന്നെ അതുമല്ല ഇവിടെ അവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് ഉരൂപ്പിൻ്റെ വീട്ടിലൊക്കെ വന്ന് കുറച്ചാൾ നിന്നിട്ട് ലാഹയിൽ നിന്നിട്ടൊക്കെ പോയിട്ടുണ്ട്. അവൻ്റെ ആ കൊച്ചിനെ എടുത്ത് മൂഴിയാറ് വെയിറ്റിംഗ് സെറ്റ് വെച്ച് കൊച്ചിനെ എടുത്ത് അവൻ റോട്ടി എറിഞ്ഞ് കുഞ്ഞിൻ്റെ ചോറൊക്കെ വെളിയിൽ വന്ന് അങ്ങനെ അവൻ ജയിലിലായിരുന്നു. അത് 6-7 വർഷത്തിന് മുമ്പാണ്, 8 വർഷത്തിന് മുമ്പാണ്. അതിനിപ്പുറം വെച്ച് അവൻ്റെ 2 കുഞ്ഞുങ്ങളെ ഇവൻ കൊന്ന് കാട്ടി കുഴിച്ചിട്ടെന്നാണ് അറിവ്. കാര്യം വെച്ചാൽ അവൻ്റെ സ്വന്തം ഭാര്യ പോലും പുറത്ത് പറയാൻ പേടിയാണ്. പേടിച്ച് ക്രിമിനലാണ്. അവനെ കാണുമ്പോൾ തന്നെ അറിയാം. അവൻ ഇവിടെ അതിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ വന്നാണ് 13 വയസ്സായ പെൺകൊച്ചിനെയും കൊണ്ട് പോയത്. ഇവിടെ കണക്ഷൻ ഇവിടെ അങ്ങനെ വന്നുള്ള ഇതല്ല. അവനിവിടെ സ്ഥലമോ അങ്ങനെയുള്ള ഒന്നുമല്ല. അവൻ ഗവിയിലാണ് വെച്ചാൽ അവൻ ഇങ്ങനെ നടക്കുന്നവനാണെന്നാണ്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇവിടെയാണ് വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഒരു ചെറിയൊരു അറിവ് നമുക്കുണ്ട്. അവൻ ലാഹ മഞ്ഞത്തോടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ കോളനിയുള്ള പുറത്താ ഭാഗം ആൾക്കാർ തീരുമാനിച്ചിരിക്കണേ അവനെ തെളിവെടുപ്പിന് കൊണ്ടുവരുവാണെങ്കിൽ അവനെ ഞങ്ങൾ ഇവിടെ ഇട്ട് അടിക്കും. ഞങ്ങളടിക്കും. ഞങ്ങളെ കോളനിക്കാർ മൊത്തം ഒരു തീരുമാനിച്ചിരിക്കുന്ന ആദ്യം ഞങ്ങളെ കൈ കിട്ടണ വെച്ചാൽ അടിക്കുക എറിയ ഞങ്ങൾ എന്ത് വേണം ചെയ്യും. ഇവൻ എത്ര വർഷം ജയിലിൽ കിടന്നു? അവൻ എത്ര വർഷം കിടന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയാം. ജയിലിലായിരുന്നു. അവൻ കൊച്ചിനെടുത്ത് എറിഞ്ഞ് സ്വന്തം കുഞ്ഞിനാ. അവനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അവൻ വെറും അങ്ങനത്തെ ഉള്ളവനാണ് അവൻ. അവന് ഇവിടെ തെളിവെടുപ്പിനെ അവനിവിടെ സ്ഥലവും ഇല്ല, അവന് ബന്ധുക്കാരന് ഇവിടെ ഒന്നും ഇല്ല. അവന് ഇവിടെ പിന്നെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്ന് ഇങ്ങനെ എൻ്റെ ഒരു അറിവിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ അറിഞ്ഞ് ഈ വാർത്തയിലൊക്കെ ഇങ്ങനെ അറിഞ്ഞ്. അപ്പം ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ദൂരെ എന്തെങ്കിലും അവൻ്റെ ഞാൻ കല്ലെടുത്തെറിയും. ഈ പറയുന്ന കക്ഷി നമ്മുടെ ഗോത്രഭാഗത്തുള്ള ആളാണ്, മലമണ്ടാരമാണോ? മലമണ്ടാരമാണ്. അപ്പം നമ്മളെ ആൾക്കാർക്ക് ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു ഇതായി. ഞാൻ തന്നെ ഇവിടെ പെരുന്നാട് ഇറങ്ങിയപ്പം തന്നെ ഈ സംഭവം നടന്നതിൻ്റെ പെരുന്നാട് ഇറങ്ങിയപ്പം തന്നെ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നിങ്ങൾ ആൾക്ക് കൊടുത്ത് നിങ്ങൾ ആൾക്കാർ ഉള്ള ഒരാളല്ലേ ഗവിയിൽ ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ഈ കൊച്ചുവമ്പ, ഗവി, മീനാറ്, 14, ആനച്ചാല്, പിന്നെ 15 അവിടെ കംപ്ലീറ്റ് പേർക്ക് എന്നെ എൻ്റെ അച്ഛനെ അറിയാം. സൈക്കിൾ രവി ഞാൻ അവിടെ ജനിച്ച് വളർന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എവന് കൊടുക്കണ്ടേ എന്നറിയാം. എവന് സത്യം പറഞ്ഞാൽ എവന് അത്രയും പിന്നെ തൂക്കയർ തന്നെ അവനെ കൊടുക്കണം. കുറ്റമായിട്ട് അവന് തൂക്കയർ തന്നെ കൊടുക്കണം. അവനെ തൂക്കിക്കൊല്ലണം. അന്ന് ഈ കൃത്യം നടക്കുന്നതിൻ്റെ അന്ന് തന്നെ ഇവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവൻ്റെ പേര് പരാതി കൊടുക്കണം, കൊച്ചിനെയും കൊണ്ട് പോയതാണ്. ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കണം. നമുക്ക് അന്ന് ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കൊടുക്കണ്ട. പോലീസ് സ്റ്റേഷൻ കൊടുക്കാതെ നമുക്ക് നേരിട്ട് പത്തനംതിട്ട SP-ക്കും
പിന്നെ റാന്നി പിന്നെ DFOയ്ക്കും നമുക്ക് പരാതി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് ആ ശരിയാണ് നമുക്ക് പോവാ അളിയാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അതിനെപ്പറ്റി മുന്നോട്ട് ഇതിനെപ്പറ്റി വന്നില്ല. ആ സമയത്ത് അന്ന് പരാതി കൊടുത്ത് ഇതിൻ്റെ വേണ്ട ഇത് ചെയ്തായിരുന്നു അവൻ കറക്റ്റായിട്ട് പിന്നെ ഈ ഒരു ഇത് ചെയ്യാൻ അവൻ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അവനെ തൂക്കി കൊല്ലുക, അതേ ചെയ്യുക. അതും അവന് അത്രത്തോളം ചോദിക്കാൻ പറ്റും, അത്രത്തോളം അവനെ തൂക്കി കൊല്ലുക. ഇവിടെ വല്ല അവനെ തെളിവെടുപ്പിനെ കൊണ്ടുവരുവാണെങ്കിൽ എന്നെ സത്യം പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെ വാർത്ത വിട്ടാൽ കാര്യം ശരി തന്നെ. എന്നെ ആരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും യവനെ എന്നെ കൊണ്ട് ഉക്കുന്ന രീതി ഞങ്ങൾ ഈ കോളനിക്കാർ ചെയ്യും. ഇങ്ങനെ ചെയ്തത് യവനെ സത്യം പറഞ്ഞ യവനെ പിന്നെ പൊതുസ്ഥാനത്ത് വിട്ടുകൊടുക്കണം. ഈ അംഗനവാടി പഠിപ്പിക്കുന്ന ടീച്ചറിന് 2 കുട്ടികളും ഭർത്താവൊക്കെ ഇല്ലേ? കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് ഇപ്പം പിന്നെ എത്ര 32 വയസ്സാണ്ടൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിഷമം. ആ ഒരു സഹോദരി പിന്നെ അവര് 2 കിലോമീറ്റർ നടന്നല്ലേ അവിടെ എത്തുന്നത് പോണത്. എന്നിട്ട് ആ ഫോൺ വിളിച്ചുകൊണ്ട് പോയ കൂട്ടത്തിലാണ് ഞാൻ ബേക്ക് വന്ന് പിടിച്ചെന്നൊക്കെയാണ് വാർത്ത. അപ്പോൾ ഇത് ശരിക്കും ഈ പോകുന്ന ടീച്ചറെ വാച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് അല്ലേ? വെച്ചിട്ടുണ്ട് ആയിരിക്കും, വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവൻ വെച്ചിട്ടുണ്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടി കിടക്കുന്ന പറയുമ്പോൾ അവിടെ അങ്ങോട്ടുള്ളവർക്ക് വലിയ സ്നേഹവും വലിയ ഇതൊക്കെയാണ്. വനവാസികളൊന്നും ഇങ്ങനെ ചെയ്യില്ല. ഇതാണ് പുറത്തുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ. അപ്പോൾ ആ എം മുഖേന തന്നെ അതിൻ്റെ ഒരു ഇത് മറ്റുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഈ കേരളത്തിൻ്റെ അകത്തുള്ള സകല ആദിവാസിക്കാർക്കും അതിപ്പോൾ ഒരു പേരായി മാറി ഇരിക്കുകയാണ്. പണ്ട് നിങ്ങൾക്കറിയില്ല, അത്തപ്പടി നമ്മുടെ മധുവിന് അരിക്ക് വേണ്ടി കൊന്നത് ഓർക്കുന്നുണ്ട്. ഈ ജനങ്ങളെല്ലാം കൂടെ നിന്നതാണ്. ഇപ്പം നേരെ തിരിഞ്ഞാൽ ഒരാൾ ചെയ്ത തെറ്റിന് ഇപ്പോൾ ബാക്കിയുള്ളവർ അത് അനുഭവിക്കുകയാണത്. ഗോത്രവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ വനമായിട്ട് ജീവിക്കുന്നവർ, വനത്തിനെ ഇഷ്ടപ്പെടുന്നവർ, ആരാധനയുള്ളവർ. സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞ കാര്യം 1.5 വയസ്സായ ഒരു കുഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ചെയ്യാൻ പോയി? ശരി, കൊലപാതകം നടന്ന ഒരു വലിയ ഇതായി പോയി. സാധാരണ ഈ ഊരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ചെറിയൊക്കെ നടക്കും. ഒരു കണക്ക് വെച്ച് ഞാൻ പറയുവാണ് കണ്ടത്, യവനെ തൂക്കി കൊല്ലും. അല്ല, സാധാരണ ഈ ഊരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളൂ, സംഭവിക്കുന്നേ ഉള്ളൂ. ഒരു കൊലപാതകമൊന്നും നടക്കാറില്ല. ഇല്ല, യവനെ തൂക്കി കൊല്ലുക. അല്ലെങ്കിൽ നമ്മളെ ഗവിയില അവർക്ക് അവന് വിട്ടുകൊടുക്കുക സർക്കാർ. ഉള്ള ആരും ഞാൻ പറയില്ല. ഇപ്പം ജയിലിൽ ചെന്ന യവൻ എന്താണ്, ഇറച്ചിയായാലും ചിക്കനായാലും മട്ടനായാലും 650 രൂപ ശമ്പളമുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് പോകണമെന്ന് ചിക്കനും മട്ടനും 650 ശമ്പളവും കൊടുക്കണം ഇവിടുത്തെ സർക്കാർ. ഇതെല്ലാം പറയും. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, തമിഴ്നാട് സർക്കാർ വിജയ് സാറ് ജയിലിൽ കഞ്ഞിമ്പാറ ഒപ്പം കൊടുക്കുന്നത്. ആ ചിക്കനും മട്ടനും കൊടുക്കാൻ ആർക്കാണെന്നറിയാം? പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഇവിടെ നേരത്തെ ഭരിച്ച സർക്കാരും ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും എന്താ കാണിക്കുന്നത്? പിന്നെ ആരാലും കാണിച്ചിട്ട് അങ്ങോട്ടല്ലേ പോകാൻ നോക്കത്തുള്ളൂ. ഈ പറഞ്ഞ വിനോദ് കുമാറിനെ ഇവിടെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഞാനിന്നും എൻ്റെ അളിയനായിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ച് ഈ ഒരു കാര്യത്തിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞാണ് അവൻ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുവാണെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ അടിക്കും, ചെയ്യും, പറ്റുന്ന രീതി ചെയ്യും, ഞങ്ങൾ ചെയ്തിരിക്കും. ഗോത്രവിഭാഗത്തിന് മൊത്തം നാണക്കേടായി. ഒരു ആഴ്ച യവനെ തൂക്കി കൊല്ലുക, യവനെ കൊല്ലുക തന്നെ ചെയ്യണം, യവനെ തൂക്കി കൊല്ലണം. അതാണ് എൻ്റെ ഏറ്റവും ഇത് കാര്യം. ഇതേ കണക്കൊരു വിഷമമില്ല. കാര്യം ഞാൻ അവിടെ വളർന്നതാണ്. 8-9 വർഷം വരെ പൊന്നമ്മ വേണ്ടി വളർന്നതാണ്. സൈക്കോ രവി എന്ന് പറഞ്ഞാൽ 15 തൊട്ട് രവി മീനാറ് വരെ അറിയാം, എൻ്റെ അച്ഛനറിയാം. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നത്. ഇത് ചെയ്ത യവനെ തൂക്കി തന്നെ കൊല്ലണം. അതാണ് എൻ്റെ ഇത് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ ചെയ്തതിൽ വലിയൊരു സങ്കടം നമുക്കുണ്ട്.